മൊബൈൽ മുതൽ മിസൈൽ വരെയുള്ള നിർമ്മാണത്തിൽ അതിനിർണായകമാണ് സെമി കണ്ടക്ടർ ചിപ്പുകൾ. വൈദ്യുതി ഭാഗികമായി മാത്രം കടത്തിവിടുന്ന പദാർത്ഥങ്ങളെയാണ് അർദ്ധചാലകങ്ങൾ അഥവാ സെമി കണ്ടക്ടറുകൾ എന്ന് വിളിക്കുന്നത്. സിലിക്കൺ, ജെർമേനിയം തുടങ്ങിയവ അർദ്ധചാലകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇങ്ങനെയുള്ള അർദ്ധചാലക പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ വൈദ്യുതിയുടെ ഒഴുക്ക് കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് സെമി കണ്ടക്ടർ ചിപ്പുകൾ. സെമി കണ്ടക്ടറിൽ വലിയ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് ഇന്ത്യ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ച സെമി കണ്ടക്ടറാണ് വിക്രം 32 ബിറ്റ് പ്രോസസർ ചിപ്പ്. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രി അശ്വനി വൈഷ്ണവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിക്രം 32 ബിറ്റ് ചിപ്പ് സമർപ്പിച്ചു. ന്യൂഡൽഹിയിൽ സെമികോൺ ഇന്ത്യ 2025 പരിപാടിയിൽ വെച്ചാണ് ചിപ്പ് സമർപ്പിച്ചത്. സെമി കണ്ടക്ടർ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ശ്രമത്തിലാണ് കുറച്ചു നാളായി ഇന്ത്യയുടെ പരിശ്രമങ്ങളിൽ വലിയ നാഴികക്കല്ലാണ് രാജ്യത്തിൻ്റെ സാങ്കേതിക പുരോഗതിയെ ശക്തിപ്പെടുത്തുന്ന ഈ നേട്ടം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ സെമി കണ്ടക്ടർ ലബോറട്ടറിയാണ് വിക്രം 32 വികസിപ്പിച്ചെടുത്തത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ 32 ബിറ്റ് മൈക്രോ പ്രോസസർ ചിപ്പാണിത്. ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളിലെ സങ്കീർണമായ സാഹചര്യങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് ഈ ചിപ്പ്. PSLV C-60 ദൗത്യത്തിൽ ഈ ചിപ്പ് വിജയകരമായി പരീക്ഷിച്ചിരുന്നു. ഭാവി ദൗത്യങ്ങളിൽ ഇന്ത്യക്ക് ഇത് ഉപയോഗിക്കാനും കഴിയും. 2021 ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ആരംഭിച്ചത്. 3.5 വർഷത്തിനുള്ളിലാണ് രാജ്യം തദ്ദേശീയമായി ഈ ചിപ്പ് നിർമ്മിച്ചെടുത്തത്. ഇതോടെ ഒരു ചിപ്പ് ഉപഭോക്താവ് എന്ന നിലയിൽ നിന്ന് അത്യാധുനിക ചിപ്പ് നിർമ്മാതാവായി ഇന്ത്യ മാറി. 32 ബിറ്റ് രൂപകൽപ്പനയിൽ നിർമ്മിച്ച പലവിധ ഉപയോഗങ്ങളുള്ള ഒരു കമ്പ്യൂട്ടർ ചിപ്പാണ് വിക്രം 32. ബഹിരാകാശ വിക്ഷേപണങ്ങളിലെ ഉയർന്ന താപനിലയും കഠിനമായ കാലാവസ്ഥയും അതിജീവിക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് ഈ ചിപ്പ്. ഈ ചിപ്പിന് വലിയ അളവിൽ മെമ്മറി കൈകാര്യം ചെയ്യാനും സങ്കീർണമായ നിർദ്ദേശങ്ങൾ ബഹിരാകാശ ദൗത്യങ്ങളിൽ നടപ്പാക്കാനും കഴിവുണ്ട്. അതിനാൽ പ്രതിരോധം, വ്യോമയാനം, ഓട്ടോമോട്ടീവ്, ഊർജം തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിലും വിക്രം 32 ചിപ്പിന് വൻ സാധ്യതകളാണുള്ളത്. നിലവിൽ 5 സെമി കണ്ടക്ടർ ചിപ്പുകളുടെ നിർമ്മാണം ഇന്ത്യയിൽ നടക്കുകയാണ്.